102 സീറ്റുകളുടെ തിളക്കമാർന്ന വിജയവുമായി UDF കേരളം പിടിച്ചിരിക്കുകയാണ്. എന്നാൽ ഭരണ തുടർച്ച നഷ്ടപ്പെട്ട ഇടതിനേക്കാൾ വലിയ ചർച്ചകൾ നടക്കുന്നത് UDFനുള്ളിലാണ്. കേരളം ആര് ഭരിക്കും? മുഖ്യമന്ത്രി കസേരയിലേക്ക് ആരെത്തും? വിജയത്തിന്റെ ആവേശം നിലനിൽക്കുമ്പോഴും നേതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോൾ അണികൾക്കിടയിൽ നിന്നും തെരുവിലേക്ക് പടരുകയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ നേതാക്കൾക്കായി ഫ്ലക്സ് യുദ്ധം തന്നെ ആരംഭിച്ചിരിക്കുന്നു. VD സതീശനും KC വേണുഗോപാലിനും വേണ്ടി അണികൾ ചേരിതിരിഞ്ഞ് പോസ്റ്ററുകൾ ഉയർത്തുമ്പോൾ മുന്നണി നേതൃത്വം വലിയൊരു പ്രതിസന്ധിയിലാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന 3 പേരുകളാണ് VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെതിരെ പടനയിച്ച VDക്ക് വലിയൊരു വിഭാഗം അണികളുടെയും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടക കക്ഷികളുടെയും പിന്തുണയുണ്ട്. VD മുഖ്യമന്ത്രിയായാൽ ഭരണത്തിൽ ഒരു നൈരന്തര്യം ഉണ്ടാകുമെന്ന് പലരും കരുതുന്നു. എന്നാൽ ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായ KC വേണുഗോപാൽ കേരളത്തിലേക്ക് മടങ്ങിയെത്തണമെന്ന ആവശ്യവും ശക്തമാണ്. ദേശീയ രാഷ്ട്രീയ തലത്തിലെ അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് കേരളത്തിന് ഗുണകരമാകുമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ കേന്ദ്രത്തിലെ സംഘടനാ ചുമതലകളിൽ KC തുടരണമെന്ന അഭിപ്രായവും നിലനിൽക്കുന്നു. കൂടാതെ ഭൂരിഭാഗം MLA-മാരുടെ പിന്തുണയും KCക്കുണ്ട്. അതേസമയം മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഗ്രൂപ്പ് സമവാക്യങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ തീരുമാനിച്ചാൽ ഉയരുന്ന മറ്റൊരു വലിയ ചോദ്യമാണ് അദ്ദേഹം എവിടെ നിന്ന് മത്സരിക്കുമെന്നത്. സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ ഇരിക്കൂർ മണ്ഡലമാണ് അദ്ദേഹത്തിനായി പരിഗണിക്കപ്പെടുന്നത്. നിലവിലെ MLA സ്ഥാനമൊഴിഞ്ഞ് KCക്ക് വഴിമാറി കൊടുക്കുമ്പോൾ അവിടെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായി വരും. എന്നാൽ 102 സീറ്റുമായി വലിയ ഭൂരിപക്ഷത്തിൽ നിലനിൽക്കുമ്പോൾ അനാവശ്യമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്നത് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമോ എന്ന പേടിയും പ്രാദേശിക നേതൃത്വത്തിനുണ്ട്. ഗ്രൂപ്പ് പോരുകൾ നിലനിൽക്കുന്ന ഇരിക്കൂറിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് വലിയ റിസ്ക് ആകുമെന്ന് ഒരു വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു. ഈ ചർച്ചകൾ വെറും അടച്ചിട്ട മുറികളിൽ ഒതുങ്ങുന്നില്ല എന്നതാണ് വസ്തുത. കണ്ണൂർ, ഇരിക്കൂർ ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ KCക്കും VDക്കും വേണ്ടി ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും നിരന്നു കഴിഞ്ഞു. കേരളം കാത്തിരിക്കുന്ന നായകൻ, ഇരിക്കൂറിന്റെ വികസനത്തിന് KC എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളുമായി അണികൾ തെരുവിലാണ്. ഗ്രൂപ്പ് അതിപ്രസരം വിജയത്തിന്റെ ശോഭ കെടുത്തുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കും അപ്പുറം ജനവികാരം മാനിച്ചുള്ള ഒരു തീരുമാനമാണോ അതോ ഡൽഹിയിൽ നിന്നുള്ള നോമിനിയാണോ വരിക എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. 102 സീറ്റുകൾ നൽകി ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം തർക്കങ്ങൾക്കിടയിൽ വഴിമുട്ടി പോകുമോ എന്ന് മാത്രമാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.